റേഷൻ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. റേഷൻ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. എല്ലാം കൂടി ഞെക്കിപ്പിടിഞ്ഞു നോക്കിയാൽ 15,000 താഴെ കിട്ടുന്നത് തന്നെ ഏകദേശം 6,500 പരം റേഷൻ വ്യാപാരികൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ്. അവരുടെ ദൈനംദിന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായി അനുഭവിച്ചു പോകുന്ന ഒരു സമയമാണിത്. കാരണം സിറ്റിയിലൊക്കെ ഒരു കടയുടെ വാടക എന്ന് പറയുന്നത് 9,000 രൂപ മുതൽ മേലോട്ടാണ്. ഒരു സഹായിയെ നിർത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6,000 രൂപ കൊടുക്കണം, കറണ്ട് വാടക കൊടുക്കണം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അതുപോലെ ലൈസൻസ് ഫീസ്. റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി നേതാവ് കാരറ്റ് സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജി സ്റ്റീഫൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ എവിടെയും അനുവാദത്തോടുകൂടി അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. കേരളത്തിലെ 14,200 വരുന്ന ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന റേഷൻ ഷോപ്പിന്റെ ലൈസൻസുകൾ എല്ലാ സംഘടനകളുമായി രൂപീകരിച്ചിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ള അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി തലസ്ഥാന ജില്ലയിൽ സെക്രട്ടേറിയറ്റിലേക്കും കേരളത്തിലെമ്പാടും താലൂക്ക് കേന്ദ്രങ്ങളിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടക്കുന്ന ഈ മാർച്ചിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ കടകളും പൂർണ്ണമായും അടച്ച് 2,000-ലേറെ വരുന്ന റേഷൻ കട ഉടമകൾ പ്രകടനമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അധ്യക്ഷത വഹിക്കുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമരസമിതിയുടെ നേതാവ് ശ്രീ കാരറ്റ് സുരേഷ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സമരസമിതി നേതാവ് മുട്ടത്തറ ഗോപൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമരസമിതി നേതാക്കളായ ശ്രീ മോഹനൻ പിള്ള, ശ്രീ മടവൂർ അനിൽ, ശ്രീ ഉഴവലക്കൽ വേണുഗോപാൽ, ശ്രീ ശ്രീകാര്യം നടേശൻ, ശ്രീ ചിറയിങ്കിൽ സത്യൻ, ശ്രീ വഴയില ഹരികുമാർ, ശ്രീ ബിജുമോൻ, ശ്രീ AM സലാം, ശ്രീ ശിശുപാലൻ അടക്കമുള്ള ശ്രീമതി സരോജിനി അമ്മ, ശ്രീ ഹരികുമാർ, ശ്രീ ബിജുമോൻ അടക്കമുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കടവുടമകളായിട്ടുള്ള ലൈസൻസുകൾ, സമരസമിതിയുടെ നേതാക്കൾ, സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചെത്തിയിട്ടുള്ള ആളുകൾ, സെയിൽസ്മാൻമാർ അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ച സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ശ്രീ മോഹനൻ പിള്ളയുമെല്ലാം സാമാന്യ വിശദമായി തന്നെ നിങ്ങളോട് വിശദീകരിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ റേഷൻ കട നടത്തുന്ന ഉടമകൾ, ഉടമകളും സെയിൽസ്മാൻമാരും ഏകദേശം 1.5 വർഷത്തോളമായി പലവിധമായിട്ടുള്ള സൂചനാ സമരങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ സൂചനാ സമരങ്ങളുടെ എല്ലാം ഭാഗമായി പരിഹരിക്കപ്പെടാൻ കാതലായിട്ടുള്ള ഡിമാൻഡുകൾ പരിഹരിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ മനപ്രയാസത്തോടുകൂടി കേരളത്തിലെ റേഷൻ കട ഉടമകൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചു. റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ മുട്ടത്തറ ഗോപൻ, മോഹനൻ പിള്ള, അനിൽ, ഉഴമനിക്കൽ വേണുഗോപാൽ, ശ്രീകാര്യം നടേശൻ, ചിറയൻകീഴ് സത്യൻ, വഴയില ഹരികുമാർ, AM സലാം, ബിജുമോൻ, ശിശുപാലൻ, സരോജിനി അമ്മ തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അവരോട് പോയി ചർച്ചയിൽ